തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ എടുത്താൽ അവരെത്ര പേരുണ്ടാവുമെന്ന് വെറുതെ അവൾ ഓർത്തു. ആത്മാർത്ഥതയോടെ ജീവിക്കുന്നവന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന നന്മയുള്ള നല്ല മനുഷ്യർ തന്നെയാണ് ആ ജീവനോടും ജീവിതത്തോടുമുള്ള ദൈവത്തിൻ്റെ നീതി. അബ്രിദ ബാനുവിൻ്റെ ആമിന ടു ആൻഡ് ഫ്രം ഡൽഹി എന്ന് പറയുന്ന പുസ്തകത്തിലെ വരികളാണിത്. നമുക്ക് ചുറ്റും കുറേ മനുഷ്യന്മാരുണ്ടല്ലേ. ഈ പുസ്തകത്തിലെ തന്നെ ഒരു വാചകപ്പെടുത്താൽ ആ മനുഷ്യന്മാരെയൊക്കെ എണ്ണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയേറെ മനുഷ്യന്മാരെ എങ്ങനെ എണ്ണി അവസാനിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ ഒടുവിൽ നമ്മൾ എണ്ണി അവസാനിപ്പിക്കുമ്പോൾ നമ്മളെ വിരലുകൾ മടക്കി അവസാനിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നീ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം കുറേ മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതിലൊന്നല്ല കാര്യം, നന്മയുള്ള മനോഹരമായ മനുഷ്യരുണ്ടാവുക എന്നതുകൂടിയാണ്. ഈ പുസ്തകത്തിൽ പറയുന്നതും അങ്ങനെ കുറേ മനുഷ്യന്മാരെ കുറിച്ചാണ്. ആമിനയെ തൊട്ട, അവളെ തലോടിയ, അവളെ ചേർത്ത് പിടിച്ച, അവൾക്ക് ഹീലിംഗ് ആയ ഒരുപാട് മനുഷ്യരെക്കുറിച്ച് പറയുന്നൊരു പുസ്തകം കൂടിയാണിത്. ആമിന വീണു പോകുമ്പോൾ, അവൾ തകർന്നു പോകുമ്പോൾ അവളെ ചേർത്ത് പിടിക്കാൻ, കൈകൾ പിടിച്ചുയർത്താൻ ഒരുപാട് മനുഷ്യർ അവളുടെ ജീവിതത്തിൽ അവൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ കുറേ മനുഷ്യരെ സമ്പാദിക്കുക എന്നുള്ളതൊന്നല്ല, നമ്മളെ മനോഹരമായി ചേർത്ത് പിടിക്കുന്ന കുറച്ച് മനുഷ്യരെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ്. അബ്രീദയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ആത്മാർത്ഥതയോടെ ജീവിക്കുന്നവന് മുന്നിൽ നന്മയുള്ള നല്ല മനുഷ്യർ പ്രത്യക്ഷപ്പെടും. അതാണ് ആ ജീവനോടും ജീവിതത്തോടും പടച്ചോൻ ചെയ്യുന്ന ഏറ്റവും മനോഹരമായ നീതി എന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.